ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിക്ക് അടുത്തൊരു ടാസ്കുമായിട്ട് അനാമിക എത്തിയിരിക്കുകയാണ്. ആരായിരിക്കും എന്നുള്ളൊരിതിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ അനി. കാരണം വേറൊന്നുമല്ല, അനിക്കൊരു ഗിഫ്റ്റ് അയച്ചിരിക്കുന്നു. അത് എങ്ങനെയാണ്, എപ്പോഴാണ്, എങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം ഒന്ന് മറന്നു വരുമായിരുന്നു. അപ്പോഴേക്കും അടുത്തതുമായിട്ട് അവൾ വന്നിരിക്കുകയാണ്. അവൾ എന്ത് പണിയായി കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ചിന്തിക്കുക. ആ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്നും എനിക്കറിയാം. എന്നിട്ട് അനി ഇങ്ങനെ പതുക്കെ തപ്പി തേടി അടുക്കള വരെ എത്തിപ്പെടാനുള്ള പരിശ്രമമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ, ഏട്ടത്തിയും അതുപോലെ തന്നെ നമ്മുടെ അമ്മയും നിൽപ്പുണ്ട്. രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പം അനി ഇങ്ങനെ ഒരു കള്ളത്തരമൊക്കെ ആയിട്ടങ്ങ് ചെല്ലുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി മകൻ എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി. നയനയ്ക്ക് കാര്യം അറിയാമല്ലോ. അങ്ങനെ നയന ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. അങ്ങനെ ഇപ്പം ഈ അനി അടുക്കളയിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്താടാ പതിവില്ലാതെ അടുക്കളയിലേക്കൊക്കെ ഒരു വരവെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാണെന്ന് പറയുമ്പോൾ വെറുതെ വരാൻ യാതൊരു വഴിയില്ല, എന്തോ കാര്യമുണ്ട്, എന്താ കാര്യം പറയാൻ പറഞ്ഞു അമ്മ. അപ്പോഴേക്കും അനി ഇങ്ങനെ നയനയെ നോക്കി. ഗിഫ്റ്റ് മിക്കവാറും ഏട്ടത്തിയുടെ കൈ കിട്ടിയ ലക്ഷണമുണ്ട്. അത് കണ്ടിട്ട് ഏട്ടത്തിയുടെ കയ്യിൽ കിട്ടിയതാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് നമ്മുടെ അനി ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അനി ആ ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനിയുടെ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ജാനകി ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല ഏട്ടത്തി, എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നെന്ന് പറഞ്ഞു. വെള്ളമല്ലേ അവിടെ ഇരിക്കുന്ന, എടുത്ത് കുടിക്കാൻ പറഞ്ഞു. ഈ വരവേ വെള്ളത്തിനൊന്നും അല്ല കേട്ടോ, ഇത് വേറൊരു കാര്യത്തിനാണെന്ന് നമ്മുടെ നയന അവിടെ നിന്ന് പറഞ്ഞപ്പോൾ, വേറെ കാര്യത്തിന്? വേറെ എന്ത് കാര്യത്തിന്? എന്താ നയനമോളെ നീ പറയുന്നതെന്ന് ചോദിച്ചു ജാനകി. അവനേ ഒരു സാധനം വേണം, അതിന് വേണ്ടിയിട്ട് അവൻ വന്നത്. എന്തു സാധനം? നിനക്ക് വല്ല സാധനം വേണമെങ്കിലേ നീ അങ്ങ് പഠിച്ച് തന്നെ ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഇവിടെ ആരും അടുക്കളയിലൊന്നും ചെയ്യാൻ പോണില്ല എന്ന് പറഞ്ഞു. എന്താ പാചകം പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അമ്മ. ഞാനങ്ങ് ഇപ്പോഴെങ്ങും പാചകമൊന്നും പഠിക്കണില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ഏതായാലും ഇല്ലെന്ന് പറയുമ്പോൾ, ഇപ്പോഴേ നീ പഠിച്ചു വെച്ചോ, ഭാവിയിലേക്ക് ഒരു പക്ഷെ നിനക്ക് ഉപകാരപ്പെടുമെന്ന് പറയുക അമ്മ. അത് കേട്ടപ്പം എനിക്കെന്തിനാ ഭാവിയിൽ ഉപകാരപ്പെടാൻ, എൻ്റെ ഏട്ടത്തിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ പാചകം പഠിച്ചു വയ്ക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ തൽക്കാലം ഇല്ല. അമ്മ ഇനി എന്നെ ഒരു അടുക്കളക്കാരനും കൂടെ ആക്കാനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം നിനക്ക് വേണ്ടുന്നതേ അവിടെ ഡൈനിങ് ഹാളിൽ കാസർഗോളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാസർഗോളിൽ ഇരിക്കുന്നു, അതിന് മോളെന്താ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതൊക്കെ അവനറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അനി നേരെ അങ്ങോട്ടേക്ക് പോകണം. അവിടെ ചെന്ന് പാത്രം തുറന്ന് നോക്കിയപ്പോൾ ശരിയാ, അതിനകത്തൊരു നല്ലൊരു പേപ്പറിൽ എന്തൊക്കെയോ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ അനി അതെടുത്ത് വായിച്ചു നോക്കാനായിട്ട് എടുത്തപ്പോഴേക്കും നമ്മുടെ ആദർശത്തിൽ വരുന്നു. എന്താടാ ഇതെന്താ ഡൈനിങ് ടേബിളിൽ നിനക്കെന്താ പണി? കാസർഗോളിലൊക്കെ ഇപ്പോൾ എന്താ ഗിഫ്റ്റ് ആക്കിയോ എന്നൊക്കെ ചോദിച്ചു. ഇത് ആരാഴ്ച ഗിഫ്റ്റ് ആണെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചതാണെന്ന് പറഞ്ഞു. ഫ്രണ്ട് അയച്ചത് എന്താ അടുക്കളയിലെ പാത്രത്തിലാണോ ഇരിക്കുന്നത്? അത് പിന്നെ ഏട്ടത്തി നിൻ്റെ ഏട്ടത്തി കൊണ്ട് വെച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഏട്ടത്തിക്ക് എല്ലാ കാര്യത്തിനും നല്ല കഴിവാണ്, അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഏട്ടനില്ലാണ്ടായിപ്പോയി, ഇനിയിപ്പോൾ ആരോട് പറയാനാണെന്നും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങ് പോയി. അനി അപ്പോൾ ആദർശിനെ ആ ഒരു രീതിയിൽ സംസാരിച്ച് ഒട്ടും ആദർശിനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആദർശ് ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും നമ്മുടെ നയനയും ആദർശിനെയും ഒന്ന് നോക്കി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽപ്പല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നോക്കി നിന്നിട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജാനകി ചോദിച്ചു, എന്താ മോളെ അവന് വേണ്ടി നീ എന്താ മാറ്റി വെച്ചിരുന്നതെന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ ഞാൻ പറയാം, സമയമാവട്ടെ, അതിനൊക്കെ ഒരു രഹസ്യമുണ്ടെന്ന് പറഞ്ഞു. ദൈവമേ, അവൻ്റെ കാര്യത്തിൽ വല്ല അബദ്ധമാണോ? അങ്ങനെ നമ്മുടെ അനി ഒരിക്കലും ഒരു അബദ്ധത്തിൽ പോയി ചാടില്ലെന്നും പറഞ്ഞ് നയന ഇങ്ങനെ ജാനകിക്ക് ധൈര്യം കൊടുക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനി ആ ഒരു പേപ്പർ എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ പോയിരുന്ന് അതെടുത്ത് വായിച്ചു നോക്കുമ്പം തൻ്റെ അനാമിക തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും അവൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരുമെന്നും പറഞ്ഞുള്ള ഒരു കുറിപ്പായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി, വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക. എനിക്ക് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായി. അനി ഇങ്ങനെ എന്നിട്ട് പോകാനായിട്ട് ഇങ്ങനെ വെപ്രാളം കൂട്ടിക്കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശി അവിടെ ഇരുന്ന് ഫോൺ എടുത്തിട്ട് നയനയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവിടെ കനകവുമായിട്ട് സംസാരിക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് കനക ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഹലോ, എന്തായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എടുക്കും വഴി ചോദിച്ചപ്പോൾ, എപ്പോഴും പ്രശ്നത്തിൻ്റെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു മുത്തശ്ശി. അതല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എനിക്കതൊക്കെ മനസ്സിലാകുമെന്ന് പറഞ്ഞു മുത്തശ്ശിയെ. ഞാനിപ്പോൾ വിളിച്ചത് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പറയാനല്ലെന്നും നമ്മുടെ ഈ കുടുംബത്തിൽ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു പൊങ്കാലയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന മൂത്ത മരുമക്കളാണ് ആ ഒരു ചടങ്ങ് പൂർത്തീകരിക്കേണ്ടതെന്നും ഇപ്പോൾ ഇവിടെ മൂത്ത മരുമകളായി കയറി വന്നിരിക്കുന്നത് നയനമോളാണ്. അപ്പോൾ നയനമോളാണ് അത് നടത്തേണ്ടത്. അപ്പോൾ നയനമോൾക്ക് ആ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്
മുന്നോട്ട് പോകാൻ കുറച്ച് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഈ വീടിൻ്റെ ബന്ധുക്കളായ സ്ഥിതിക്ക് നിങ്ങളല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരണം എന്നും പറഞ്ഞ് അങ്ങനെ മുത്തശ്ശി വിളിക്കുക. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദർശമോനോ അല്ലെങ്കിൽ ആദർശമോൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ മുത്തശ്ശി, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ മറ്റാരുടെയും ഇഷ്ടമല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളെ ഞാനാണ് വിളിച്ചത്. അതുമാത്രമല്ല നിങ്ങളുടെ 2 മക്കളും ഇവിടുത്തെ മരുമക്കളാണ്. അതുകൊണ്ട് തന്നെ മറ്റാരേക്കാളും ഇവിടേക്ക് കടന്നു വരാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവരോട് പറയണം. അപ്പം ശരി തന്നേക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ഗോവിന്ദേട്ടൻ വന്നപ്പോൾ ഗോവിന്ദേട്ടൻ ചോദിച്ചു എന്താ ആരാ വിളിച്ചതെന്ന്. അപ്പോൾ അവിടുന്ന് നിന്ന് മുത്തശ്ശിയാണ് വിളിച്ചതെന്നും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്നേരം ഗോവിന്ദേട്ടൻ ചോദിക്കാം. പ്രശ്നത്തിനൊന്നുമല്ല ഗോവിന്ദേട്ട, അവിടെ കാലാകാലങ്ങളായി നടത്തി വരുന്നൊരു പൊങ്കാലയുണ്ട്. അപ്പോൾ ആ പൊങ്കാലയ്ക്ക് നമ്മുടെ നയനമോളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെല്ലണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ കനകം മുത്തശ്ശിയോട് ചോദിച്ച അതേ ഡയലോഗ് തന്നെ ഗോവിന്ദേട്ടൻ കനകത്തിനോടും ചോദിച്ചു. അപ്പോൾ അവർക്ക് ആർക്കും ഇഷ്ടമാവില്ല എന്നുള്ളത്. അത് കേട്ടപ്പോൾ മുത്തശ്ശി ഇന്ന പോലെയാണ് പറഞ്ഞതെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം കനകം പറയാം. അപ്പോൾ കനകം അത് പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിനൊരു സമാധാനമായി. എന്തായാലും നവ്യയ്ക്ക് നമ്മളെ വേണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് വെറുപ്പാണെങ്കിലും നവ്യയുടെ ജീവിതം ഏകദേശമൊക്കെ ഒന്ന് കരക്കെടുത്തു. ഇനി നമ്മുടെ നയനമോളും കൂടി ഒരു അമ്മയായാൽ ഇനി നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട. ഒരിക്കലും അവരുടെ ജീവിതത്തിന് ഒരു പ്രയാസം ഉണ്ടാകുമെന്ന് ഓർത്ത് പ്രയാസപ്പെടുകയേ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ പറയാം. അപ്പോൾ അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനകം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളതെന്ന് എനിക്കറിയില്ലേ, അത് അറിഞ്ഞു വെച്ചുകൊണ്ട് നീ ഇങ്ങനെ ആഗ്രഹിക്കാൻ എങ്ങനെ പറ്റും എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ആഗ്രഹിക്കാലോ ഗോവിന്ദേട്ടാ, ഇന്നല്ലെങ്കിൽ നാളെ ആ ആഗ്രഹമൊക്കെ സാധിച്ചാലോ, പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഭാര്യ ഭർത്താവിനോട് പറയുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുക. ഇതേ സമയത്ത് വെപ്രാളം കൂട്ടി നമ്മുടെ അനി അവിടെ പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. കുറേ നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട്. ഈ സമയത്ത് ഇനിയിപ്പോൾ അവളെങ്ങാനും എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണോ, അവൾ വരാതിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനും ഒരു ടെൻഷനും ഒക്കെ ഉണ്ട് നമ്മുടെ അനിക്ക്. അപ്പം അനിക്ക് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ അനി ആ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് നല്ല മനോഹരമായ ഒരു പെൺകുട്ടി നടന്നു വരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനി ഞെട്ടിപ്പോയി. ആ പെൺകുട്ടി വന്ന് അനിയെ കണ്ടു, അനി ആ പെൺകുട്ടിയെ കണ്ടു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ചിരിച്ച് സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടി വന്നത് നമ്മുടെ അനിയുടെ അരികിലേക്കിരുന്നു. അപ്പം അനിക്ക് അരികിലേക്കിരുന്ന സമയത്ത് താനാണോ അനാമിക എന്ന് ചോദിച്ചു. അതെ, ഓ ഇത്തവണയെങ്കിലും ശരിയാണല്ലോ അല്ലേ, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ശരിയാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒറ്റയടിക്കൊക്കെ പിടി തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പിന്നെ ഈ കവിയെ അത് ശരിക്കൊന്നും മനസ്സിലാക്കണമല്ലോ. ശരിക്കും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഈ കവി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അപ്പോൾ ടെസ്റ്റിംഗ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു അനി. അങ്ങനെ കൂട്ടിക്കോ. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഒത്തിരി സന്തോഷമായി എനിക്ക് പെൺകുട്ടിയെ കണ്ടപ്പോൾ. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് ഒരുപാട് ഹാപ്പി ആട്ടോ. അങ്ങനെ രണ്ടുപേരും തോരാതിരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് അതായത് എനിക്ക് എന്തോ ഒരു ഇഷ്ടം ആ ഒരു പെൺകുട്ടിയോട് ഉള്ളതുപോലൊരു ഒരു ഫീലിംഗ്. അപ്പോൾ പെൺകുട്ടിയും അതേ രീതിയിൽ അതേ ട്യൂണിലാണ് നമ്മുടെ അനിയോട് സംസാരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ കയറാമെന്നുള്ളൊരിതിലാണ് പെൺകുട്ടിയും സംസാരിക്കുന്നത്. കാരണം അനന്തപുരിയിലെ പയ്യനല്ലേ, കിട്ടിയ പൊളിക്കോ, അങ്ങനെ ആ പെൺകുട്ടിയും ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുന്നു. പക്ഷേ അത്ര കുറഞ്ഞ കുടുംബത്തിലെ പെൺകുട്ടിയൊന്നും അല്ല, നല്ല രീതിയിലൊക്കെയാണ് സംസാരവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളുമൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ അനിയുടെ ജീവിതത്തിൽ ആ ഒരു പാട്ട് സെറ്റായി. ആ ഒരു പാട്ടുകൊണ്ട് അങ്ങനെ ഇനിയിപ്പോൾ അനിയോട് നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്തതിനെ പറ്റി ഒരു കവിത എഴുതണം എന്ന് ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു കവിത എഴുതും എന്ന് അനി ആ പെൺകുട്ടിക്ക് വാക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയ്ക്ക് ഇപ്പോൾ ദേവയാനിയുടെ, അതായത് മൂത്ത മരുമകളായിരുന്നല്ലോ ദേവയാനിയുടെ സ്ഥാനം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നയനയ്ക്ക് ആ സ്ഥാനം ആ അനന്തപുരി തറവാട്ടിൽ കൊടുക്കുമ്പോൾ അത് ദേവയാനിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണ്. കാരണം ദേവയാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നയനയാണ്. അപ്പം നയനയാണ് ഈ ഒരു ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള ആ ഒരു വാർത്ത അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർക്കായിട്ട് തുടങ്ങി. നവ്യയ്ക്ക് തുടങ്ങി, ജലജയ്ക്ക് തുടങ്ങി, ദേവയാനിക്ക് തുടങ്ങി, എല്ലാവർക്കും ഭയങ്കര കലിപ്പ്. നവ്യയ്ക്കാണെങ്കിൽ
താനാണല്ലോ ചേച്ചി, അനുജത്തിയായ അവൾ ഇവിടെ വലിയ ചേച്ചിയുടെ സ്ഥാനത്ത് കിടന്ന് വിരകുന്നത് കാണുന്നത് സഹിക്കണില്ല. അങ്ങനെ നയനയെ ആ ഒരു പൊങ്കാലയിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഇവർ തുടങ്ങുമ്പോൾ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ജയനും കൂടെ ചേർന്ന് നമ്മുടെ നയനയെ അവിടുത്തെ മൂത്ത മരുമകളായി സ്ഥാപിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.